അപ്പൊ ഞാൻ ആ മരിയൻ ധ്യാനത്തിൽ പോകാൻ തീരുമാനിച്ചു. ഞാൻ ആ മരിയൻ ധ്യാനത്തിൽ പോയി. നമ്മൾ പരിശുദ്ധമ്മയെ സ്നേഹിക്കുന്ന സമയത്തെ, പരിശുദ്ധമ്മയെ നമ്മൾ സ്നേഹിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് നമ്മളിലേക്ക് നിറയും. എനിക്കൊരു സ്വാതന്ത്ര്യം തരുക. ആശിഷാണ് എന്റെ ആശിഷ് എന്നെ നയിക്കണം, നിയന്ത്രിക്കണം, പ്ലീസ് എന്നെ ഒന്ന് കൈവിടൽ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമെന്ന് പറയുമെങ്കിൽ അപ്പൊ എനിക്ക് ഭയങ്കര ഇതാവും. അപ്പൊ അവനെ ഞാൻ സംരക്ഷിക്കണം, അവനെ ഞാൻ രക്ഷിക്കണം. നിങ്ങളെല്ലാം ജപമാല ചൊല്ലുന്ന ആൾക്കാരാണ്, പക്ഷെ കുറേയും കൂടെ ശക്തമായിട്ട് നമ്മൾ ജപമാല പിശാചിനെ തകർക്കണം, പിശാചിനെ തകർക്കണം. അപ്പൊ അതിനു വേണ്ടി എന്ത് വേണം? അതിനുവേണ്ടി നമ്മൾ മാലാഖമാരുടെ രാജ്ഞിയെ വിളിക്കണം. മാലാഖമാരുടെ രാജ്ഞിയാണ് പരിശുദ്ധ അമ്മ. ഈ പിശാചുക്കൾ നമ്മുടെ അടുത്ത് നിൽപ്പുണ്ടെന്നൊരു കാര്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണേ. എന്ന് വെച്ചാൽ അതല്ല, പിശാച് നിൽപ്പുണ്ടെന്നൊരു ബോധ്യം ഉള്ളിലുണ്ട്. എന്ത് ചെയ്യും? ഈ പിശാചിനെ അടിച്ച് പൊട്ടിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ തേടും. പിശാചിനെ പൊട്ടിക്കണം, പിശാചിനെ തകർക്കണം, പിശാചിനെ തകർക്കണം. അപ്പൊ അതിനു വേണ്ടി എന്ത് വേണം? അതിനുവേണ്ടി നമ്മൾ മാലാഖമാരുടെ രാജ്ഞിയെ വിളിക്കണം. മാലാഖമാരുടെ രാജ്ഞിയാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയെ നമ്മളിങ്ങനെ കൂടുതൽ സ്നേഹിക്കുന്നതനുസരിച്ച്, പരിശുദ്ധ അമ്മയോട് നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് നമ്മുടെ ഉള്ളിൽ ദൈവം നമുക്ക് തരുന്ന ഓരോ കൃപകളെയും നമുക്കിങ്ങനെ സംരക്ഷിക്കാൻ പറ്റും. നമ്മുടെ ഉള്ളിലുള്ള കൃപകൾ ഇങ്ങനെ ശക്തമായിട്ട് വളരും. നമ്മൾ സത്യം പറഞ്ഞാൽ പരിശുദ്ധാമ്മയോട് ശരിക്കും നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, പരിശുദ്ധാമ്മയോട് നമ്മൾ ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, അമ്മ ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ അമ്മയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നമ്മൾ ഈശോ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നമുക്ക് വളരാൻ പറ്റും. ഈശോ ആഗ്രഹിക്കുന്ന രീതി, അമ്മ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കണം. അമ്മ ആഗ്രഹിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുമ്പം ഈശോ ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് വളരാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ സാധനങ്ങൾ മറയ്ക്കപ്പെട്ട് നിൽക്കുകയെ, ഈ സാധനങ്ങൾ മറയ്ക്കപ്പെട്ട് നിൽക്കും. നമ്മളിങ്ങനെ കാരണം ഈ ഉൽപ്പത്തി മൂന്നാം അധ്യായത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതി അവന്റെ സന്തതി തമ്മിൽ ശത്രുത ഉളവാക്കും. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ശത്രുത ഉളവാക്കും, അവൻ നിന്നെ തല തകർക്കും എന്ന് പറഞ്ഞ് ഉൽപ്പത്തിയില് ദൈവം പറഞ്ഞു. മാതാവ് വരും, എടാ പിശാചേ, മാതാവ് വരും, അവന്റെ സന്തതി നിന്റെ തല തകർക്കും എന്ന് പറഞ്ഞിട്ട് ഈ ഉൽപ്പത്തിയിൽ പറഞ്ഞു. ഈ ഉൽപ്പത്തിയിൽ പറഞ്ഞ മാതാവിനെ നമ്മള് പിന്നെ ഈ ഉൽപ്പത്തിയിൽ പറഞ്ഞ സ്ത്രീയാണെന്ന് കാണിക്കാൻ വേണ്ടി ഈശോ കുരിശിൽ കിടന്ന് പറഞ്ഞു, യോഹന്നാനെ ഇതാ നിന്റെ സ്ത്രീയെ ഇതാ നിന്റെ മകൻ, യോഹന്നാനെ ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞു. ആ സ്ത്രീയാണ് ഈ സ്ത്രീ എന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അതായത് ഈശോ ഈ ഭൂമിയിൽ നിന്ന് ഇങ്ങനെ പോകുന്നതിന് മുമ്പ് നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല, ഒറ്റയ്ക്ക് പറ്റത്തില്ലെന്ന് മനസ്സിലാക്കിയിട്ട് ഈശോ പരിശുദ്ധ അമ്മയെ നമുക്ക് തരുവാണ്. ഈ സമയത്ത് ഇപ്പൊ ഈ ഇറങ്ങിയ ആർട്ടിക്കിളിലും പോപ്പ് ലിയോ 14 പറയുന്നത് വിശ്വാസത്തിന്റെ അമ്മ നമ്മുടെ അമ്മയായിട്ട് നമുക്ക് തരുക. അമ്മയാണ് പരിശുദ്ധ അമ്മ എന്ന് പറഞ്ഞ് നമുക്ക് തരുവാണ്. അപ്പം ഈ അമ്മയെ നമ്മൾ കൂടുതൽ സ്നേഹിക്കാൻ ആരംഭിക്കണേ. അത് ഞാൻ എൻ്റെ ലൈഫില് പരിശുദ്ധ അമ്മേനെ ഇങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരന്റെ പേര് ജോസഫ് മരിയ എന്നാണ്. അപ്പൊ ഞാനിങ്ങനെ ഈശോയെ അറിഞ്ഞിങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിലിങ്ങനെ അവന്റെ പേര് ജോസഫ് മരിയൻ, അവനിങ്ങനെ മാതാവിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ആളാ. അപ്പൊ എനിക്കിങ്ങനെ ഒരു ആഗ്രഹം തോന്നി, എന്താണ് ഇവനൊരു മരിയ ഭക്തനാന്ന് പറയുന്നത്, അപ്പം എനിക്കും ഇങ്ങനെ ഒരു മരിയ ഭക്തനായി മാറണം. അപ്പൊ എങ്ങനെയാണ് ഈ മരിയ ഭക്തനായിട്ട് മാറുന്നത്? അപ്പൊ അങ്ങനെ മരിയ ഭക്തനായിട്ട് മാറാൻ വേണ്ടി ഞാൻ മാതാവിനെ പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, എന്നാലും എനിക്ക് അങ്ങനെ അറിയത്തില്ല മാതാവിനോട് അത്രയും സ്നേഹം ഉണ്ടോ. ഞാൻ പ്രാർത്ഥിക്കാണെന്ന് വെച്ചാൽ ജപമാല എല്ലാറുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, എന്നാ പിന്നെ എനിക്ക് മരിയ ഭക്തനായിട്ട് മാറണം. ഈ ജോസഫ് മരിയൻ ഇങ്ങനെ ജപമാല ഒരുപാട് ചെല്ലുന്ന ആളാ, ജപമാല ചെല്ലും. അതുകൊണ്ട് തന്നെ ഞാൻ ജപമാല ചെല്ലുന്ന ആൾക്കാരെ കണ്ടിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര എളിമയുള്ളവരാണ്, ഭയങ്കര സ്നേഹമുള്ളവരാണ്. അവരിങ്ങനെ ജപമാല ചൊല്ലുന്നിടയ്ക്ക് അവനിങ്ങനെ ഭയങ്കര എളിമയാണ്, അവനിങ്ങനെ ഭയങ്കരമായിട്ട് സഹായിക്കും, ഭയങ്കര സ്നേഹമാണ് അവന്. അപ്പൊ എനിക്കിങ്ങനെ മരിയ ഭക്തി ഇട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കൂലേ. അപ്പൊ ഞാനിങ്ങനെ ആ സമയത്ത് ഞാൻ അറിയുവാണ് ഇവിടെ ഒരു മരിയൻ ധ്യാനമുണ്ട്. മരിയൻ ധ്യാനത്തിന് ഈ തമ്മലക്കാട് ഒരു മരിയൻ ധ്യാനമുണ്ട്. അപ്പൊ ഞാൻ ആ മരിയൻ ധ്യാനത്തിൽ പോകാൻ തീരുമാനിച്ചു. ഞാൻ ആ മരിയൻ ധ്യാനത്തിൽ പോയി. മരിയൻ ധ്യാനം അത് ഭയങ്കര കണ്ടന്റുകളൊന്നുമല്ല, പക്ഷെ അവിടെ നമ്മൾ ഇത് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കും, ജപമാല ചൊല്ലി ആൾക്കാർ പ്രാർത്ഥിക്കും. ഈ മരിയൻ ധ്യാനത്തിൽ കൂടെ എനിക്ക് പരിശുദ്ധമ്മയോട് ഭയങ്കര സ്നേഹം തോന്നുന്നു. ഞാനത് കഴിഞ്ഞ് പുറത്തിറങ്ങി, മരിയൻ ധ്യാനം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ഞാൻ ഈ വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്യാൻ തീരുമാനിച്ചു. പ്രതിഷ്ഠയെക്കുറിച്ച് അവിടെ കേട്ടു. ഞാൻ പ്രതിഷ്ഠ ചെയ്തു. 2018 ഞാൻ പ്രതിഷ്ഠ ചെയ്യുന്നത്. 2018 വിമല ഹൃദയ പ്രതിഷ്ഠ ആദ്യം ചെയ്യുന്ന ആ സമയത്ത്, 2018 സമയത്ത് ഈ വിമല ഹൃദയ പ്രതിഷ്ഠ 33 ദിവസം നമ്മളിങ്ങനെ, നിങ്ങൾക്ക് പറഞ്ഞു തരാതെ, 33 ദിവസം നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് ഒരു ഗ്രൂപ്പിലും നിങ്ങൾ പ്രാർത്ഥിച്ച് യഥാർത്ഥ മരിയഭക്തിയൊക്കെ വായിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ പ്രതിഷ്ഠ ചെയ്തു. 34-ാം ദിവസം നമ്മൾ 30 ദിവസം പ്രാർത്ഥിച്ചു. 34-ാം ദിവസം നമ്മൾ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ സമർപ്പിക്കാതാണ്. പരിശുദ്ധ അമ്മയിലോട് ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ്. 34-ാം ദിവസം നമ്മൾ സമർപ്പിച്ചു. ഈ സമർപ്പണം കഴിഞ്ഞപ്പോൾ, അതായത് 2018 ഈ വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്ത് കഴിഞ്ഞപ്പം എന്റെ ലൈഫിൽ ഉണ്ടായ മാറ്റം എന്ന് പറഞ്ഞാല്, അതുവരെ ഞാൻ 2009 ഈശോ അറിഞ്ഞ ആളാണ്. 2009 ഈശോ അറിഞ്ഞ ആളാണ്. 9 കൊല്ലം 2018
ഈ 2018 തൊട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാല് നമ്മള് എന്റെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള എന്റെ ചിന്തകളും അല്ലെങ്കിൽ എന്റെ പ്രാർത്ഥനയുടെ ശൈലികളും ഇതെല്ലാം മാറി. എല്ലാം മാറി എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് വചനത്തിലേക്ക് ഫോക്കസ്ഡ് ആയി, വചനം വായിക്കാൻ തുടങ്ങി, വചനം ശരിക്കും പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഈശോയുടെ അടുത്ത് ഒരുപാട് ഇരിക്കാനുള്ള കൃപ കിട്ടി. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കകത്തൊക്കെ ഭയങ്കര വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങി, ഓരോ വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങി. അതായത് നമ്മള് പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് കഴിയുമ്പോൾ, അമ്മയ്ക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുത്ത് കഴിയുമ്പോൾ, ഞാൻ പറയുക ഞാൻ ഈ പ്രതിഷ്ഠ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്റെ ഉള്ളിലുണ്ടായ പ്രയർ ഉണ്ട്. ഞാൻ പ്രയർ ഇങ്ങനെയാണ്, പരിശുദ്ധ അമ്മയെ ഞാൻ പൂർണ്ണമായും അമ്മയുടേതാണ്, അമ്മ എന്നെ ഈശോയുടേതാക്കി മാറ്റണേ. ഓരോ കുർബാന കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, പരിശുദ്ധ അമ്മയെ ഞാൻ പൂർണ്ണമായ അമ്മയുടേതാണ്, അമ്മ എന്നെ ഈശോയുടേതാക്കി മാറ്റണേ. ഈ ഒരു പ്രയർ എന്റെ ഉള്ളിൽ രൂപപ്പെട്ടെ. അതായത് അമ്മ എന്നെ ഈശോയുടേതാക്കി മാറ്റണേ, ഈശോയെ പോലാക്കി മാറ്റണേ, ഈശോയുടേതാക്കി മാറ്റണേ, അമ്മ ഞാൻ പൂർണ്ണമായ അമ്മയുടേതാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും ഇപ്പൊ ഞാൻ പറയും, ഇപ്പൊ ഒരാൾ എന്നോടൊന്ന് പറയുക, ഞാൻ ഇനി നിന്റെ ആശിഷെ, ഞാൻ ആശിഷിന്റെ ഇനി ആശിഷ് പറയുന്ന പോലെ ഞാൻ പൊക്കോളാം, അല്ലെങ്കിൽ ആശിഷാണ് എന്റെ എല്ലാം, ആശിഷാണ് എന്റെ എല്ലാം എന്ന് പറഞ്ഞാൽ എന്റെ അടുത്തൊരാൾ വരുവാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാവില്ലേ? അപ്പോഴേക്കും ഞാൻ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുക അയാൾക്ക്. എനിക്കൊരു സ്വാതന്ത്ര്യം തരുക. ആശിഷാണ് എന്റെ, ആശിഷ് എന്നെ നയിക്കണം, നിയന്ത്രിക്കണം, പ്ലീസ് എന്നെ ഒന്ന് കൈവിടൽ, എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമെന്ന് പറഞ്ഞെങ്കിൽ അപ്പൊ എനിക്ക് ഭയങ്കര ഇതാവും. അപ്പൊ അവനെ ഞാൻ സംരക്ഷിക്കണം, അവനെ ഞാൻ രക്ഷിക്കണം. അപ്പൊ അതുപോലെ ഞാൻ അമ്മയ്ക്ക് എന്നെ തന്നെ ഞാൻ അടിമ വെക്കുവാണ്. അമ്മ ഞാൻ പൂർണ്ണമായ അമ്മയുടേതാണ്, അമ്മ എന്നെ ഈശോയുടേതാക്കി മാറ്റണേ എന്ന് പറഞ്ഞു കഴിയുമ്പം നമ്മൾ അമ്മയ്ക്ക് ഒരു റോള് കൊടുക്കുക, ഒരു സ്വാതന്ത്ര്യം കൊടുക്കുക നമ്മുടെ ലൈഫിൽ ഇടപെടാൻ വേണ്ടി. അതുപോലെ എന്റെ ലൈഫിനെ അമ്മ അങ്ങ് മാറ്റി പറിച്ചു എന്നുള്ളതാണ്. എനിക്കിങ്ങനെ ഒരുപാട് അമ്മയെ അതായത് ഈശോയിലേക്ക് ഞാൻ കൂടുതൽ ഫോക്കസ്ഡ് ആയി. അമ്മയെ ഞാൻ ഇങ്ങനെ കൂടുതൽ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മയെ ഈശോയിലേക്ക് കൂടുതൽ ഫോക്കസ്ഡ് ആക്കി. ദിവ്യകാരുണ്യത്തിന്റെ അടുത്ത് ഒരുപാട് ഇരിക്കാൻ പറ്റുന്നുണ്ട്, ഒരുപാട് ജപമാലകൾ എല്ലാം പറ്റുന്നുണ്ട്, ഒരുപാട് വചനം പഠിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പ്രേയറിന്റെ ഒരു സ്ട്രക്ചർ തന്നെ അമ്മ അങ്ങ് മാറ്റി കളഞ്ഞു. ഇപ്പൊ ഞാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാല്, നമ്മള് ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ 33 കൊല്ലക്കാലം 30 കൊല്ലക്കാലം ഈശോ പരിശുദ്ധ അമ്മയുടെ കൂടെ ഇങ്ങനെ ജീവിച്ച ആളാണ്. 33 കൊല്ലക്കാലം ജീവിച്ചു. ഈ ജീവിച്ച സമയത്ത് ഈശോയുടെ ഇഷ്ടങ്ങളും ഈശോയുടെ അനിഷ്ടങ്ങളും എല്ലാം അമ്മയ്ക്കറിയാം. ഈശോയുടെ ഹിതം എന്താണ്, ഈശോ ആഗ്രഹിക്കുന്ന എന്താണ്, ഈശോയുടെ ഹൃദയത്തിലുള്ള എന്താണ്, ഈശോയുടെ മനസ്സിലുള്ള എന്താണ്, നല്ല കാര്യം എല്ലാം അമ്മയ്ക്കറിയാം. അമ്മയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിക്കപ്പെട്ട് കഴിയുമ്പം അമ്മ ഈശോയുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ ലൈഫിലുള്ള ഈശോയുടെ ഇഷ്ടം, നമ്മുടെ ലൈഫിലുള്ള ഈശോയുടെ ആഗ്രഹം എല്ലാം അമ്മ ഇങ്ങനെ നമുക്ക് നേടിത്തരും. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഒരു ഭയങ്കര ആഗ്രഹം ഉണ്ടാവണം, പരിശുദ്ധ അമ്മയുടെ സ്വന്തം ആകാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടാവണം. എനിക്ക് പരിശുദ്ധ അമ്മയുടെ സ്വന്തം ആകണം എന്നൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടാകുമ്പോൾ, അങ്ങനെ ഉണ്ടാകുമ്പം അമ്മ നമ്മളെ ഇങ്ങനെ പരിപൂർണ്ണം യൂസ് ചെയ്യുക. ബൈബിളിൽ വചനമുണ്ട്, നിങ്ങൾ അനുസരണമുള്ള ദാസനെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവന്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? ഒന്നെങ്കിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിന്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിന്റെ അടിമകൾ. നിങ്ങൾ അനുസരണമുള്ള ദാസരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവന്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? ഒന്നെങ്കിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിന്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിന്റെ അടിമകൾ. അതായത് ഞാൻ എന്നെ അങ്ങ് അടിമയെ സമർപ്പിച്ച് കഴിയുമ്പോൾ അമ്മ എന്നെ ഈശോയിലേക്ക് നയിക്കും. എനിക്ക് ഈശോയുടെ സ്വന്തമാകണോ, ഞാൻ അമ്മയുടെ അടിമയെ മാറണം. അമ്മയുടെ അടിമയായി മാറാം എന്നുവെച്ചാൽ എളുപ്പമാവും, എല്ലാം ഭയങ്കര എളുപ്പമാവും, ഭയങ്കര ക്ലിയർ ആയിട്ട് അമ്മ വളരെ സ്പീഡിൽ ചെയ്യുക. കാരണം ഈശോ നമുക്ക് അമ്മയെ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം അതൊരു കാര്യം, നമ്മളെ പ്രതിഷ്ഠ ചെയ്യണം, വിമലകതയെ പ്രതിഷ്ഠ ചെയ്ത് ഈശോ അമ്മയുടെ സ്വന്തമായിട്ട് മാറണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എന്റെ പ്രയർ CCC കഥ പറഞ്ഞിട്ടുണ്ട്. CCC 967 പറഞ്ഞ കാര്യമുണ്ട്, 968 പറഞ്ഞ കാര്യമുണ്ട്. ആത്മാക്കൾക്ക് അതിസ്വാഭാവിക ജീവൻ പുനഃസ്ഥാപിച്ചു കൊടുക്കാനുള്ള രക്ഷകന്റെ ജോലിയിൽ അവൾ തന്റെ അനുസരണം, വിശ്വാസം, ശരണം, ജ്വലിക്കുന്ന സ്നേഹം എന്നിവയിലൂടെ തികച്ചും അനന്യസാധാരണമായ രീതിയിൽ സഹകരിച്ചു. ആത്മാക്കൾക്ക് അതിസ്വാഭാവിക ജീവൻ പുനഃസ്ഥാപിച്ചു കൊടുക്കാനുള്ള രക്ഷകന്റെ ജോലിയിൽ, ആത്മാക്കൾക്ക് അതിസ്വാഭാവിക ജീവൻ പുനഃസ്ഥാപിച്ചു കൊടുക്കാനുള്ള രക്ഷകന്റെ ജോലിയിൽ അവൾ ഇങ്ങനെ കൂടെ നിൽക്കുവാന്ന് പറഞ്ഞേ. അതായത് ഈശോ എന്റെ ഉള്ളിൽ ഇങ്ങനെ കൃപകൾ നിറയ്ക്കാൻ ആഗ്രഹിക്കുമ്പം, ഈശോ എന്റെ ഉള്ളിൽ ഇങ്ങനെ അതിസ്വാഭാവിക ജീവൻ നമ്മുടെ ഉള്ളിലേക്ക് നിറയ്ക്കാൻ ആഗ്രഹിക്കുമ്പം പരിശുദ്ധ അമ്മ അതിനുവേണ്ടി ഇങ്ങനെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അമ്മയ്ക്കറിയാം എന്റെ ആശിഷ് എന്ന് പറഞ്ഞ വ്യക്തിക്കകത്ത് എന്തൊക്കെ പുണ്യങ്ങൾ വേണം, എന്തൊക്കെ പുണ്യങ്ങൾ. ഈ മാലാഖ പരിശുദ്ധമ്മയെ വന്ന് കണ്ടപ്പോഴേ, ഗബ്രിയ മാലാഖ അമ്മയെ വന്ന് കണ്ടപ്പോൾ പറയുവാണ്, കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി. ഒന്നാമത്തെ കാര്യം, മാലാഖ ഈശോയെ ദൈവത്തെ വണങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാള് ഭൂമി വന്നിട്ട് ഒരാളെ അങ്ങ് വണങ്ങുവാണ്. ഒരാളെ വണങ്ങിയിട്ട് പറയുവാണ്, കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കൃപ പകുതിയുള്ള മറിയമല്ല, കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന മറിയമല്ല, കൃപ മുക്കാലുള്ള മറിയമല്ല, കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറയും. കൃപ നിറഞ്ഞവളെ സ്വസ്തി.
കൃപ നിറഞ്ഞവളാണ് പരിശുദ്ധ അമ്മ. കൃപ നിറഞ്ഞ അമ്മയുടെ അടുത്ത് വന്നിട്ടാണ് പറയുന്നത് കൃപ നിറഞ്ഞവളെ സ്വസ്തി. അപ്പം ഈ അമ്മയോടാണ് അത്രമാത്രം. അപ്പൊ നമുക്കിങ്ങനെ അമ്മയുടെ കൃപ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് മാലാഖയുടെ കണ്ണ് വേണം. മാലാഖയുടെ കണ്ണും ഹൃദയവും നമുക്ക് വേണം. അപ്പോഴേ അമ്മയുടെ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റത്തുള്ളേ. അപ്പൊ അതുപോലെ നമ്മള് മാലാഖയുടെ കണ്ണോടുകൂടി ഈ അമ്മയെ നോക്കി കഴിയുമ്പം നമുക്ക് അമ്മയുടെ ആ ഒരു കൃപ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മളിങ്ങനെ ഇപ്പൊ എന്നോട് ഞാൻ ഭയങ്കര സ്നേഹമുള്ള ഒരാളടുത്തോടെ ഇരിക്കുവാണെങ്കിലേ കുറെയൊക്കെ കഴിയുമ്പോൾ അവന്റെ അടുത്ത് ഇങ്ങനെ ഒരു സ്നേഹമുള്ള അടുത്ത് പോയിട്ട് നമ്മളൊരു 3-4 ദിവസം താമസിച്ച് കഴിയുമ്പം നമ്മുടെ ലൈഫ് അങ്ങ് മാറും, അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടർ മാറും. അവന്റെ എന്തെങ്കിലുമൊക്കെ ക്യാരക്ടർ നമ്മളിലേക്ക് വരും, നമ്മുടെ കാഴ്ചപ്പാട് ചിലപ്പോൾ മാറും. കുറച്ചാൾ താമസിച്ച് കഴിയുമ്പോഴേ ഈ അമ്മയുടെ അടുത്ത്, ഈ കൃപ നിറഞ്ഞ അമ്മയുടെ അടുത്ത് ഞാനിങ്ങനെ കൂടുതൽ ഇങ്ങനെ സംസാരിക്കുന്നതനുസരിച്ച്, അമ്മയോട് ഞാൻ കൂടുതൽ മിങ്കിൾ ചെയ്യുന്നതനുസരിച്ച് എൻ്റെ ഉള്ളിൽ ഈ കൃപാവരം ശക്തമായിട്ട് പ്രവർത്തിക്കും. അതുകൊണ്ട് ഞാനിങ്ങനെ നമ്മൾ കൂടുതൽ വിശുദ്ധരാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ അമ്മയോട് കൂടുതൽ പ്രാർത്ഥിക്കണം. അമ്മയോട് കൂടുതൽ പ്രാർത്ഥിക്കുമ്പം അമ്മ നമ്മൾ ഈശോപ്പേലാക്കി മാറ്റും. നമ്മള് വീട്ടുകാരുടെ കൂടെ ഒന്ന് ജപമാല ചൊല്ലും. അല്ലാതെ ഞാനിങ്ങനെ ജപമാല ചൊല്ലാറുണ്ടോ എന്നുള്ളതാണ്. അല്ലാതെ ഞാൻ ജപമാല ചൊല്ലാറുണ്ട്, പേഴ്സണലായിട്ട് ജപമാല ചൊല്ലാറുണ്ട്. എത്ര ജപമാല ഞാൻ ചൊല്ലാറുണ്ട്. ഇനി ജപമാല എണ്ണത്തിലൊന്നും നല്ല കാര്യം, എത്രമാത്രം ആഴത്ത് ഞാൻ ചൊല്ലാറുണ്ട്, എത്രമാത്രം ആഴത്ത് ചൊല്ലാറുണ്ട്. ഞാൻ അറിയാവുന്ന 2 കാര്യങ്ങൾ പറയാം. നമുക്കറിയാവുന്ന 2 കാര്യങ്ങൾ, എനിക്ക് തോന്നുന്നു അറിയാവുന്ന എല്ലാവർക്കും. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന, ഈ പ്രാർത്ഥനയുടെ ഇത് എങ്ങനെ രൂപപ്പെട്ട പ്രാർത്ഥനയാണ്. ഗബ്രിയേൽ മാലാഖ പരിശുദ്ധമേ എന്ന് കണ്ടു പറയാണ്, കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഇതും പിന്നെ സ്ത്രീകളിൽ അനുഗ്രഹീത, നിന്റെ ഉദരഫലം അനുഗ്രഹീതം. ഇതിങ്ങനെ മിക്സ് ചെയ്ത്, ഈ വചനങ്ങൾ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയ പ്രയറാണിത്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. അത് കഴിഞ്ഞ് സഭയുടെ പ്രാർത്ഥന ആഡ് ചെയ്തു. പരിശുദ്ധ മറിയം തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണം. ഇതൊരു ഇന്റർസെഷൻ പ്രയറോട് ഇത് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം എന്താണ് ഈ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയ്ക്ക്? അപ്പൊ നമുക്ക് ചുമ്മാ ഇതൊരു വചനമാണല്ലോ. ഈ വചനവും എന്നാ പിന്നെ വേറെ ഏതൊരു വചനം റിപ്പീറ്റ് ചെയ്യേണ്ടത് പറയും. എന്തിനാണ് ഈ വചനം റിപ്പീറ്റ് ചെയ്യുന്നത്? ഇത് റിപ്പീറ്റേറ്റീവ് പ്രയർ ആണല്ലോ. അപ്പൊ നമുക്ക് ചിന്തിക്കാം, വചനത്തിന്റെ ശക്തിയാണെങ്കിൽ വേറെ വചനം റിപ്പീറ്റ് ചെയ്താൽ പോലെ. വേറെ എത്ര വചനങ്ങളുണ്ട്, പിന്നെ എന്തിനാണ് ഈ വചനം റിപ്പീറ്റ് ചെയ്യുന്നത്? ഈ വചനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ വചനമാണ് ഈശോയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന വചനം. രക്ഷകനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന വചനമാണ് ഈ വചനം. ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ രക്ഷാകരമായ ഫലങ്ങൾ പ്രവർത്തിക്കും. നമ്മളിങ്ങനെ ഈ വചനം റിപ്പീറ്റ് ചെയ്യുന്ന സമയത്തെ, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, ഈ വചനം റിപ്പീറ്റ് ചെയ്യുമ്പോഴേ മാലാഖ വന്ന് പറയാണ്. മാലാഖയോട് ഈ കാര്യം ആരാ പറഞ്ഞേ? ദൈവം പറഞ്ഞു, പോയി വിഷയം പറഞ്ഞു, മാതാവിന് ഗ്രീറ്റ് ചെയ്ത് സംസാരിക്കണം എന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞ കാര്യം മാലാഖ വന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പവറുണ്ട്. നമ്മളതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ രക്ഷാകരമായ ഫലങ്ങൾ പ്രവർത്തിക്കും. ഈ വിശുദ്ധൻ പറയുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധ ബെർണാഡ് പറയുന്നു, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന പ്രാർത്ഥന പിശാചുക്കളെ ആട്ടി ഓടിക്കുന്നു, നരകത്തെ മുഴുവൻ വിറകൊള്ളിക്കുന്നു. നരകത്തെ മുഴുവൻ വിറകൊള്ളിക്കുന്നു. പിശാച് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പിശാച് ഒരുക്കുന്ന കെണികളിൽ പതിക്കാതെ പ്രാർത്ഥനയുടെ ഉയർന്ന നിലയിൽ എത്തിച്ചേരുവാൻ നിങ്ങൾ വാസ്തവത്തിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിത്യവും നിങ്ങളുടെ സമ്പൂർണ്ണ ജപമാല ചൊല്ലുക. പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പിശാച് ഒരുക്കുന്ന കെണികളിൽ പതിക്കാതെ പ്രാർത്ഥനയുടെ ഉയർന്ന നിലയിൽ എത്തിച്ചേരുവാൻ നിങ്ങൾ വാസ്തവത്തിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിത്യവും നിങ്ങൾ സമ്പൂർണ്ണ ജപമാല ചൊല്ലുക. ജപമാലയെ കുറിച്ച് പറയുമ്പോൾ മെയിനായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാല്, രഹസ്യം ധ്യാനിക്കാത്ത ജപമാല എന്ന് പറഞ്ഞാല് ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്. രഹസ്യം ധ്യാനിക്കാത്ത ജപമാല എന്ന് പറഞ്ഞാൽ ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്. നമ്മള് നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമുണ്ട്. ഞാന് പരിശുദ്ധ അമ്മയുടെ മടിയിലിരുന്ന് ഈശോയെ ധ്യാനിക്കുന്നതാണ് ജപമാല. പരിശുദ്ധ അമ്മയുടെ മടിയിലിരുന്ന് ഈശോയെ ധ്യാനിക്കുന്ന ജപമാല. ഇത് അമ്മയോടുള്ള പ്രാർത്ഥനയല്ല. അമ്മയുടെ മടിയിലിരുന്ന് ഞാൻ ഈശോയെ ധ്യാനിക്കുവാണ്. അമ്മയുടെ മടിയിലിരുന്ന് ഞാൻ ഈശോനെ ധ്യാനിക്കുവാണ്. ഇത് എപ്പോഴും ഉള്ളിലാണ്. ഈശോയിലേക്കായിരിക്കണം നമ്മുടെ ഫോക്കസ് പോകേണ്ടത്. അതിന് അമ്മ ഇങ്ങനെ എപ്പോഴും ഈശോയുടെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ രഹസ്യം ധ്യാനിക്കണം. രഹസ്യം ധ്യാനിക്കുന്ന പ്രാർത്ഥനയാണ് ജപമാല. അപ്പം രഹസ്യം ധ്യാനിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ 2-3 സ്റ്റെപ്പ് പറയാം. ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളതാ. അതായത് നമ്മൾ പലരും പറയാം, എങ്ങനെയാണ് രഹസ്യം ധ്യാനം ജപമാല ചൊല്ലുന്നത്? ഇത് എന്തിനാ ഇങ്ങനെ പറയുന്നത് പറഞ്ഞാണ്ടല്ലോ, നമ്മളൊക്കെ ഒരുപാട് ജപമാല ചൊല്ലുന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ നമുക്ക് ഈ ജപമാലയൊക്കെ നമുക്ക് അതിന്റെ ഒരു ഫ്രൂട്ട് ചിലപ്പോൾ നമ്മൾ പ്രവർത്തിക്കത്തില്ലേ. കാരണം ചിലപ്പോൾ നമ്മളിങ്ങനെ അമ്മയോടുള്ള പ്രാർത്ഥന പോലെ അങ്ങ് ജില്ലങ്ങ് പോകും. പക്ഷെ ഇതിങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞാല് ഇത് അമ്മ ഈശോയെ കുറിച്ച് അമ്മയുടെ ലൈഫിൽ ധ്യാനിച്ച ഓരോ കാര്യങ്ങൾ നമ്മൾ ധ്യാനിക്കുവാണ്. അമ്മ ഈശോയെ കുറിച്ച് അമ്മയുടെ ലൈഫിൽ ഇരുന്ന് ധ്യാനിച്ച കാര്യങ്ങൾ 20 കാര്യങ്ങൾ നമ്മൾ ഇരുന്ന് ധ്യാനിക്കുക ചെയ്യുന്നത്. ഈശോയുടെ ജീവിതം മുഴുവനും നമ്മൾ ഇരുന്ന് ധ്യാനിക്കുക. അമ്മ ധ്യാനിച്ചതുപോലെ ഇരുന്ന് ആ ധ്യാനത്തിനകത്ത് അമ്മ നമ്മുടെ കൂടെ കൂടും.
ഈശോയുടെ ഉള്ളിലുള്ള ഈ ഓരോ പ്രോസസ്സും കൂടെ ഈശോ കടന്നുപോയ സമയത്ത് ഈശോയുടെ ഉള്ളിൽ വിളങ്ങിയ ഓരോ കൃപകളും അമ്മ നമ്മളിലേക്ക് ഒഴുക്കി തരും. ഇതാണ് സംഭവിക്കുന്നതേ. അപ്പം ഇപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആക്ട് ഓഫ് പ്രസൻസിലായിരിക്കുക. നമ്മളിങ്ങനെ ജപമാല ചൊല്ലാൻ ഇരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഇരിക്കണം. ജപമാല ചൊല്ലാൻ ഇരിക്കുകയാണ്, അമ്മ എന്റെ കൂടെ ഇരിക്കണേ, ഞാൻ ഈശോനെ ധ്യാനിക്കാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്ത് വന്നിരിക്കണം. അത് ആക്ട് ഓഫ് പ്രസൻസ്, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അങ്ങനെ ഇരിക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അമ്മയുടെ പ്രസൻസിലായിരിക്കും എന്നാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കൺസെൻട്രേഷൻ. നമ്മളിങ്ങനെ ഏത് രഹസ്യമാണോ ധ്യാനിക്കുന്നത്, ഇപ്പം മൂന്നാം രഹസ്യം ഈശോ ജനിക്കുന്നു എന്നുള്ള ആ ഒരു സ്റ്റെപ്പ് ആണെങ്കിൽ ആ സ്റ്റെപ്പിൽ ഇങ്ങനെ ആ ഒരു ഈശോ ജനിച്ച സമയത്ത് ഞാൻ ഇങ്ങനെ ആ പൊസിഷനിൽ ഞാൻ അവിടെ പോയി ഞാൻ ഇരിക്കുവാണ്. അവിടെ അമ്മ ഈശോ ജനിക്കുന്നു, ആ സമയത്ത് ഞാനവിടെ ഉണ്ട്, യോസേപ്പ് പിതാവുണ്ട്, ജ്ഞാനികളുണ്ട്, എല്ലാവരും ഉണ്ട്, അവരുടെ ഞാനുണ്ട്. ഞാനിങ്ങനെ ഈശോ ജനിക്കുന്ന നേരെ കണ്ടോണ്ടിരിക്കുക. അങ്ങനെ ഞാൻ ആ പൊസിഷനിൽ പോയി നിൽക്കണം, അതാണ് കൺസിഡറേഷൻ. ഞാൻ അവിടെ പോയി ഇരിക്കണം. ഞാൻ അവിടെ പോയി ഈശോയുടെ ഞാൻ ധ്യാനിക്കുന്നത് എങ്ങനെയാണ്, ഞാൻ ആദ്യം ജപമാല ചൊല്ലാൻ പോയിരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ പോയിരിക്കുന്നു. സെക്കൻഡ് സ്റ്റെപ്പില് കൺസിഡറേഷൻ, ഞാൻ ആ സ്ഥലത്ത് പോയിരിക്കും, ഞാൻ ആ സ്ഥലത്ത് ആ രഹസ്യത്തിന്റെ സ്ഥലത്ത് ഞാനവിടെ ഉണ്ട്, അവിടെ പോയി ഞാൻ ഇരിക്കുന്നു. അത് മൂന്നാമത്തെ സ്റ്റെപ്പ് പറഞ്ഞാൽ കോൺവെർസേഷൻ. ഞാൻ അവിടെ ഇരുന്ന് സംസാരിക്കണം. ഈ പ്രൊസസ്സിൽ ഇരുന്ന് ഈശോ ജനിച്ചപ്പോൾ ഞാൻ ഈശോയോട് ഇങ്ങനെ പറയണം, ബേബി ജീസസ്, ബേബി എന്ന് പറഞ്ഞ് ഈശോയോട് ഇങ്ങനെ ഈശോയുടെ മാതാവ് ഈശോ ജനിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ അവിടെ ഇരുന്ന് സംസാരിക്കണം. അങ്ങനെ ഞാൻ ആ രഹസ്യത്തിൽ ധ്യാനിക്കണം. അതുകൊണ്ട് ഈശോ ജനിച്ചു. ഇനി ഈശോയുടെ കുരിശുമരണം ധ്യാനിക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ അമ്മയുടെ കൂടെ ഉണ്ട്. അമ്മ കരയണ്ട, ഈശോ അമ്മ കരയണ്ടെന്നോ, അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് ഈശോയെ നോക്കി നമ്മൾ നിൽക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അമ്മയുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അമ്മയുടെ കൂടെ നിൽക്കുന്നു. ഈശോ ചമ്മട്ടിയുടെ സമയത്ത് ഞാൻ അവിടെ ഇരിക്കുവാണ്. അവിടെ ഇരിക്കുന്ന ഈശോയുടെ ആ പൊസിഷൻ ഞാൻ അവിടെ ഉണ്ട്. എന്നിട്ട് ഞാനിങ്ങനെ ഈശോ ചമ്മട്ടിയടി കേൾക്കുന്ന സമയത്ത് ഈശോയുടെ അടുത്ത് ഈശോനെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് ഞാൻ അവിടെ ഇരിക്കുന്നു. അങ്ങനെ ധ്യാനിക്കണം. അങ്ങനെ ധ്യാനിച്ചിട്ട് പിന്നെ ഷൂട്ട് ചെയ്യണം. പിന്നെ സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലിട്ട് ഷൂട്ട് ചെയ്യണം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ എന്ന് പറഞ്ഞാൽ ഷൂട്ട് ചെയ്യണം. ആ ഷൂട്ടിംഗ് ആണ് നമുക്കിങ്ങനെ ആ രഹസ്യം ധ്യാനിച്ചു കഴിഞ്ഞിട്ട് നന്മ നിറഞ്ഞ മറിയമേ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് ആ രഹസ്യത്തിന്റെ കൃപകളെല്ലാം കൂടെ നിറയും. ചുമ്മാ അങ്ങ് ജെല്ലിപ്പൂ അല്ലാണ്ട് രണ്ടാം രഹസ്യം ഈശോ ചമ്മട്ടി അടിയേക്കുന്നു, അങ്ങനെ പോലെയുണ്ട്. കൃത്യമായിട്ട് അതങ്ങ് ഒരു 2 മിനിറ്റ് എടുത്ത് ധ്യാനിക്കുക. 2-3 മിനിറ്റ് ധ്യാനിച്ചു കഴിഞ്ഞിട്ട് ഈ നന്മ നിറഞ്ഞ മറിയമേ അങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് ഈ പറഞ്ഞ കൃപകളെല്ലാം കൂടെ അങ്ങോട്ട് നിറയും. അങ്ങനെ നമുക്ക് ജപമാല ചൊല്ലാൻ പറ്റുവാണെങ്കിൽ എല്ലാ ദിവസവും സമ്പൂർണ്ണ ജപമാല ചൊല്ലാൻ പറ്റുവാണെങ്കിൽ 4 ഈശോയുടെ സന്തോഷവും ദുഃഖവും മഹിമയും പ്രകാശവും നമ്മളിങ്ങനെ ചെല്ലാൻ പറ്റുവാണെങ്കിൽ ഇത് നമ്മുടെ ഈശോയുടെ ജീവിതം മുഴുവനും ഇങ്ങനെ നിറച്ച് തന്നേക്കുന്നതാണിത്. ഈശോയുടെ ജീവിതം മുഴുവൻ നിറച്ച് പരിശുദ്ധമ്മ തന്നേക്കുന്നതാണ് ഈ ജപമാല. ഈശോയുടെ ജീവിതം മുഴുവൻ നിറച്ച് തന്നേക്കുന്നതാണ്. ഈശോയുടെ ജീവിതത്തിന്റെ കൃപകൾ മുഴുവനും നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ജപമാല ചൊല്ലുക. ഈ ജപമാലയൊക്കെ നന്നായിട്ട് ചൊല്ലി ഇങ്ങനെ രഹസ്യം ധ്യാനിച്ചിട്ട് പോയി കുർബാനയൊക്കെ കണ്ടു നോക്കുകയെ, രഹസ്യമൊക്കെ ധ്യാനിച്ചു കഴിഞ്ഞിട്ട് പോയിട്ട് കുർബാന കണ്ടു നോക്കുകയോ, അതിന്റെ പവർ അങ്ങോട്ട് കിട്ടും. ഇതൊക്കെ ഈ അമ്മ എന്നാത്തിനെ ഈ വന്നോണ്ടിരിക്കുന്ന ഈ എല്ലാ സമയങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും അമ്മ പ്രത്യക്ഷപ്പെടുന്നു. ഈ പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുണ്ട്. ഈ സമയങ്ങളിലൊക്കെ കൂടുതലായിട്ട് പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഇതിങ്ങനെ എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട്. നമ്മള് കുറെ കൂടെ വിശുദ്ധിയിലേക്ക് പോകണം. നമ്മൾ ശരിക്കും വിശുദ്ധരാവണം. ഈ വിശുദ്ധരാകാൻ വേണ്ടി അമ്മ എപ്പോഴും പറയും ജപമാല ചൊല്ല്. കാരണം ജപമാല ചൊല്ലി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളങ്ങോട്ട് തുറക്കും. ഈ കൂദാശകളിലേക്ക് അങ്ങ് തുറക്കും, നമ്മൾ കുർബാനയിലേക്ക് അങ്ങ് തുറക്കും, കുമ്പസാരത്തിലേക്ക് അങ്ങ് തുറക്കും, പ്രാർത്ഥനകളിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ എഫക്റ്റീവ് ആവും. ഇതിനു വേണ്ടി നമ്മൾ ഈ കൃപകൾ അങ്ങോട്ട് ആക്സസ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഈ ജപമാല ചൊല്ലണം. ഇപ്പോൾ ഈ സമയങ്ങളിലൊക്കെ 1000 മണി ജപമാലയൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കും. 1000 മണി ജപമാല സംഭവിക്കുന്ന കാര്യം എന്താ? 1000 മണി ജപമാല ഒരു രഹസ്യം ധ്യാനിച്ചിട്ട് 1000 മണി ജപമാല ഉണ്ട്. ഒരു രഹസ്യം ധ്യാനിക്കുന്നു, അത് കഴിഞ്ഞ് 50 നന്മ നിറഞ്ഞ ചൊല്ലുന്നു, ക്രിസ്തുസ്തുതി ചൊല്ലുന്നു, 10 പകരം 50. എന്നിട്ട് ഇങ്ങനെ 20 രഹസ്യങ്ങളിൽ 50 എണ്ണം വെച്ച് ചൊല്ലുവാണ്. 1000 മണി. ഇത് ഭീകരം പ്രയറാണ്. അത് ഒരു 3.5 മണിക്കൂറൊക്കെ എടുക്കും ഫിനിഷ് ചെയ്യാൻ വേണ്ടി. നിങ്ങൾക്ക് മാസത്തിൽ ഒരു ദിവസമെങ്കിലൊക്കെ നിങ്ങൾ 1000 മണി ചെല്ലണം, 1000 മണിയൊക്കെ ചൊല്ലണം. ചുമ്മാ 3.5 മണിക്കൂറാണ് 1000 നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുവാണ്. ഈശോയുടെ രഹസ്യങ്ങൾ അങ്ങോട്ട് ഇരുത്തി ധ്യാനിക്കുവാണ്. അപ്പൊ ആ സമയങ്ങളിൽ നമുക്ക് കിട്ടുന്ന കൃപകൾ ഭയങ്കരമാണ്. ഒരുപാട് കൃപകളാൽ നമ്മൾ നിറയപ്പെടുകയെ. ഇത് ഞാനിങ്ങനെ ഇടയ്ക്ക് 2 ആഴ്ച കൂടുന്നവരും 2-3 ആഴ്ച കൂടുന്നതിനും ചെല്ലാറുണ്ട്. 1000 മണി ജപമാല ഭീകരം പവറാണ്. അത് ഇങ്ങനെ ചെല്ലുന്ന അനുസരിച്ച് നമ്മുടെ ഉള്ളിൽ ശക്തമായിട്ട് ഈശോയെ നമുക്ക് ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റും. വാർത്തപ്പെട്ട ആലം പറഞ്ഞ കാര്യമുണ്ട്, എത്രയും പരിശുദ്ധയായ മറിയമേ, അങ്ങയെ സ്നേഹിക്കുന്നവരെല്ലാം ഇത് ശ്രദ്ധയോടെ പാനം ചെയ്യട്ടെ. ഞാൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ചൊല്ലുമ്പോഴെല്ലാം സ്വർഗീയ സദസ്സ് ആഹ്ലാദിക്കുന്നു, ഭൂമി അത്ഭുതത്തിൽ മതിമറക്കുന്നു. ഞാൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ചൊല്ലുമ്പോൾ ഈ ലോകത്തെ ഞാൻ അവജ്ഞയോടെ ഉപേക്ഷിക്കുന്നു. എന്റെ ഹൃദയം ദൈവസ്നേഹത്താൽ വക്കോളം നിറഞ്ഞിരിക്കുന്നു. ഞാൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ചൊല്ലുമ്പോൾ എന്റെ സകല ഭയങ്ങളും ഉണങ്ങി കൊഴിയുന്നു. എന്തൊക്കെയാ പറയുന്നത്?
ഞാൻ നന്മ നിറഞ്ഞവരെ വിശ്വസിച്ച് ചൊല്ലുമ്പോഴെല്ലാം സ്വർഗീയ സദസ് ആഹ്ലാദിക്കുന്നു. സ്വർഗം മുഴുവൻ ആഹ്ലാദിക്കുന്നു. സ്വർഗം മുഴുവൻ ആഹ്ലാദിക്കുന്നു. ഭൂമി അത്ഭുതത്തിൽ മതിമറക്കുന്നു. ഞാൻ നന്മ നിറഞ്ഞവരെ വിശ്വസിച്ച് ചൊല്ലുമ്പോൾ ഈ ലോകത്തെ ഞാൻ അവജ്ഞയോട് ഉപേക്ഷിക്കുന്നു. എന്റെ ഹൃദയം ദൈവസ്നേഹത്താൽ വക്കോളം നിറഞ്ഞിരിക്കുന്നു. ഞാൻ നന്മ നിറഞ്ഞവരെ വിശ്വസിച്ച് ചൊല്ലുന്നുവെങ്കിൽ എന്റെ സകല ഭയങ്ങളും ഉണങ്ങിക്കൊഴിയുന്നു. സ്വർഗത്തിൽ ഭയങ്കര സെലിബ്രേഷൻ നടക്കുവാണ്. ഞാൻ നന്മ നിറഞ്ഞവരെ ചൊല്ലുമ്പോൾ സെലിബ്രേഷൻ നടക്കുവാണ്. ഈ ഭയങ്കര അത്ഭുത ഭൂമി മതിമറക്കുവാണ്. എന്റെ ഉള്ളിൽ അറിയാതെ തന്നെ ഒരുപാട് കൃപകൾ നിറഞ്ഞിട്ട് ഈ ലോകത്തെ എനിക്ക് ലോകത്തിലുള്ള പാപങ്ങളെ ഉപേക്ഷിക്കാനുള്ള കൃപകൾ എന്റെ ഉള്ളിലേക്ക് നിറയുവാണ്. ഇനി ഈ നമ്മള് പരിശുദ്ധമ്മയെ സ്നേഹിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് നമ്മളിലേക്ക് നിറയും. പരിശുദ്ധാത്മാവ് മണവാട്ടിയാണ്. പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് നിറയും. ഈ ദൈവത്തെ നമ്മൾ ആദരിക്കുവാണ് പരിശുദ്ധമ്മയെ സ്നേഹിക്കുന്ന സമയത്ത്. കാരണം ദൈവത്തിന്റെ സെലക്ഷനാണ് പരിശുദ്ധമ്മ. നമ്മൾ പരിശുദ്ധമ്മയെ സ്നേഹിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ സെലക്ഷനാണ്. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം നമ്മളിലേക്ക് നിറയും. പരിശുദ്ധമ്മയെ സ്നേഹിക്കുന്ന സമയത്ത് ഈശോയുടെ ശക്തമായ സാന്നിധ്യം നമ്മളിലേക്ക് നിറയും. ഇതെല്ലാം സംഭവിക്കുകയാണ്. നമ്മളിങ്ങനെ അമ്മയെ സ്നേഹിക്കുമ്പോൾ ഈ തൃത്വത്തിന്റെ വലിയ പ്രസസ് നമ്മളിലേക്ക് ഇറങ്ങുവാണ്. തൃത്വത്തിന്റെ പ്രസസ് നിറയുവാണ്. അതായത് നമ്മൾ അമ്മയെ സ്നേഹിക്കുന്ന എന്നാത്തിന് വേണ്ടിയാ? ഈ തൃത്വത്തിലേക്ക് കൂടുതൽ പോകാൻ വേണ്ടിയാണ് സ്നേഹിക്കുന്നത് കേട്ടോ. അമ്മയെ സ്നേഹിക്കുന്നതേ ഒരിക്കലും അമ്മയിൽ നിന്ന് പോകുമ്പോഴാണ് ഇത് തെറ്റായി പോകുന്നത്. അമ്മയിൽ നിന്ന് പോകുമ്പോൾ തെറ്റായി പോകും. അമ്മ എന്തിനാ? അമ്മ നമ്മളെ ഈശോയിലേക്ക് കൊണ്ടുപോകാനാണ്. ഈ ഒരു കാര്യം ഉള്ളത്. അമ്മ എന്തിനാ? ഈശോയിലേക്ക് കൊണ്ടുപോകാനാണ്. കുർബാന നന്നായിട്ട് കാണാൻ പറ്റുന്നില്ലേ? നമ്മള് കുർബാന കാണാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മള് ജപമാല ചൊല്ലിട്ട് കുർബാന കണ്ടു നോക്കി. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നിങ്ങൾക്ക് നന്നായിട്ട് ബൈബിൾ വായിക്കാൻ പറ്റുന്നില്ലേ? നിങ്ങൾ കാര്യമായിട്ട് ജപമാല ചൊല്ലിക്ക്, എന്നിട്ട് ബൈബിൾ വായിച്ച്. ഇതെല്ലാം പറ്റും. രണ്ടാമത്തെ സാധനം എന്ന് പറഞ്ഞാല് ഈ ഓരോ നന്മ നിറഞ്ഞ മറിയമേലും ഞാൻ ഈ ചില ട്രിക്കുകൾ പലവണ്ണം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇതിങ്ങനെ പിന്നെ റിമൈൻഡ് ചെയ്യുകയാണ്. പരിശുദ്ധമേ വിളങ്ങുന്ന 10 പുണ്യങ്ങളുണ്ട്. 1, അത്യഗാധമായ എളിമ. സജീവ വിശ്വാസം. അന്ധമായ അനുസരണം. 3, നിരന്തരമായ ആന്തരിക പ്രാർത്ഥന. 4, ആശാ നിഗ്രഹം. എല്ലാ ആശകളെ നിഗ്രഹം. 5, 6, എല്ലാത്തിനും അതിശയിക്കുന്ന വിശുദ്ധി. ജ്വലിക്കുന്ന പരസ്നേഹം. വീരോചിതമായ ക്ഷമ. അനന്തസാധാരണമായ മാധുര്യം. സ്വർഗീയ ജ്ഞാനം. അങ്ങനെ 10 പുണ്യങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കി. ഓരോ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുന്ന സമയത്തും ഞാൻ ഓരോ പുണ്യങ്ങൾ എടുക്കുക. ജ്ഞാനം 1, മാധുര്യം 2, മൂന്നാമത്തേനകത്ത് സജീവ വിശ്വാസം. ഇങ്ങനെ ഈ ഓരോ പുണ്യങ്ങൾ എന്റെ ഉള്ളിൽ നിറയ്ക്കണത് ഓരോ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുവാണെങ്കിൽ ഈ പുണ്യങ്ങളൊക്കെ നമ്മൾ നിറയത്തില്ലേ? നിറയും. കാരണം വചനം പറയുന്നതായിരുന്നു, തന്നോട് ചോദിക്കുന്നവർക്ക് അവിടുന്ന് എത്ര അധികമായി പരിശുദ്ധാത്മാവ് നൽകുകയില്ല. തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികം പരിശുദ്ധ. നമ്മളിങ്ങനെ ചോദിക്കുന്ന അനുസരിച്ച് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറയും. ഓരോ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുമ്പോഴും ഈ ഓരോ പുണ്യങ്ങൾ നിറയാൻ ആഗ്രഹിക്കും. ഓരോന്നിനകത്തും ഓരോ പുണ്യങ്ങൾ, പരിശുദ്ധമ്മയുടെ ഓരോ പുണ്യങ്ങൾ ഓരോ നന്മ നിറഞ്ഞ വെച്ച് ചൊല്ലുവാണെങ്കിൽ ശക്തമായ രീതിക്ക് ഈ അമ്മയുടെ പുണ്യങ്ങളൊക്കെ നമ്മളിലേക്ക് നിറയും. പിന്നെ ഈശോയുടെ 10 മുറിവുകളുണ്ട്. നമുക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും. ഈശോയുടെ 10 മുറിവുകൾ. അത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിലെ മുറിവ്, റൈറ്റ് ഹാൻഡിലെ മുറിവ്, ഇടത് കൈ വലത് കൈ, ഇടത് കാൽമുട്ട് വലത് കാൽമുട്ട് 2, 4, പിന്നെ ഇടത് കാൽപാദം വലത് കാൽപാദം 6, പിന്നെ ശിരസില് മുൾമണി അണിഞ്ഞപ്പോൾ ഉണ്ടായ മുറിവ് 7, ഈശോയുടെ തിരുവിലാവിലെ മുറിവ് 8, ഷോൾഡറിലെ മുറിവ് 9, തിരുമുഖത്തെ മുറിവ്, മുഖം അടിച്ചു വീണപ്പോഴുള്ള മുഖത്തെ മുറിവ് 10. മുഖം, ഷോൾഡർ, തിരുവിലാവ്, ശിരസ് മുൾമണി അണിഞ്ഞപ്പോൾ മുറിവ് 4. ബാക്കി ഇടത് കാൽമുട്ട് വലത് കാൽമുട്ട്, ഇടത് കാൽപാദം വലത് കാൽപാദം, ഇടത് കൈ വലത് കൈ 6, 10. ഈ 10 മുറിവ്. ഓരോന്നിനകത്തും 10 മുറിവ് വെച്ച് നമ്മൾ ഓരോ മുറിവിന് ഓരോ നന്മ ചൊല്ലുവാണെങ്കിൽ ഈശോയുടെ പീഡാസഹനത്തെ നമ്മൾ ധ്യാനിക്കുവാണ്. ഈശോയുടെ പീഡാസഹനത്തെ ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ഇനി 3, നമുക്ക് ഓരോ നവവ്രത മാലാഖമാരെ അറിയാലോ. നവവ്രത മാലാഖമാര് ക്രോവ്യന്മാര്, സാഫ്രന്മാര്, ഭദ്രാസനന്മാര്, അധികാരികള്, തത്വകന്മാര്, ബലവാന്മാര്, പ്രാഥമികന്മാര്, മുഖ്യദൂതന്മാര്, ദൈവദൂതന്മാര്. 9 നവവ്രത മാലാഖമാരുണ്ട്. ഈ നവവ്രത മാലാഖമാരോട് ഓരോന്ന് വെച്ച് ഓരോ നന്മ ചൊല്ലിയിട്ട് അവസാനം സകല വിശുദ്ധരും മാലാഖമാരും 10. ഇങ്ങനെ ചൊല്ലുവാണെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെല്ലാൻ പറ്റും. ഇങ്ങനെയൊക്കെ ഇത് എന്തിനാ പറയുന്നത് പറഞ്ഞാല് ഈ പ്രാർത്ഥന ഉണ്ടല്ലോ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ പ്രാർത്ഥനയൊന്നും അല്ല. ഇത് ചുമ്മാ നമ്മൾ വെറുതെ പറയണ ചൊല്ലിട്ട് കളയേണ്ട ഒരു സംഭവം അല്ല ഇത്. നമ്മൾ ഈ ജപമാലയെ ഇത് ഭയങ്കരമായ കൃപകൾ നമ്മളിലേക്ക് ഇങ്ങനെ നിറയ്ക്കാൻ പറ്റിയ പ്രാർത്ഥനയാണ്. ഭയങ്കരമായ കൃപകൾ. ഇത് നമ്മൾ അതുപോലെ ചൊല്ലുവാണെന്നുണ്ടെങ്കിൽ ഈശോ ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് ഈശോ അങ്ങനെ ചുമ്മാ ഒന്നും വചനത്തിൽ പറയത്തൊന്നുമില്ല. നിങ്ങൾ ഈ ഭൂമിയിൽ തന്നെ നിങ്ങൾ അവനെ പോലെ ആയിരിക്കുന്ന ഒരു വചനമുണ്ട്. 1 യോഹന്നാൻ 4 പറയുന്നത്, ഈ ഭൂമിയിൽ തന്നെ നിങ്ങൾ അവനെ പോലെ ആയിരിക്കുന്നു. വേറൊരു വചനമുണ്ട്, നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങൾ പരിപൂർണരായിരിക്കുവിൻ. ഇങ്ങനെ വചനമുണ്ട്. കീഴടക്കാൻ കഴിയാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് തരുന്നില്ല. 1 Corinthians 10:13. ഇങ്ങനെ കുറെ വചനങ്ങളുണ്ട്. ചുമ്മാ അവന് ഈശോ വചനങ്ങൾ തരത്തില്ല. ഈ വചനങ്ങൾ ഈശോ തരുന്ന ഉദ്ദേശം എന്നാ? ഇതിനൊക്കെ പറ്റിയ ഒരാള്, നിങ്ങൾക്ക് ഇതൊക്കെ തരാൻ, നിങ്ങളെ ഇത് ഗൈഡ് ചെയ്യാൻ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ആളാണ് പരിശുദ്ധ അമ്മ.
ഈ പരിശുദ്ധ അമ്മയെ നമ്മൾ കൂട്ടുപിടിക്കുവാണ്. ഇതൊക്കെ ഭയങ്കര എളുപ്പം, ഇതെല്ലാം ഭയങ്കര എളുപ്പത്തിൽ പറ്റും നമുക്ക്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് തീരുമാനിക്കാം, നമ്മൾ പിന്നെ അമ്മയോട് കൂടുതൽ പ്രാർത്ഥിക്കും. അമ്മയോട് കൂടുതൽ പ്രാർത്ഥിക്കും എന്നുള്ള കാര്യം നമ്മൾ ഡിസൈഡ് ചെയ്യണം. അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ഇന്ന് തൊട്ട് നിങ്ങളെല്ലാം ജപമാല ചൊല്ലുന്ന ആൾക്കാരാണ്, പക്ഷെ കുറേയും കൂടെ ശക്തമായിട്ട് നമ്മൾ ജപമാല ചൊല്ലുക. ഈശോയുടെ രഹസ്യങ്ങൾ കൂടുതൽ ധ്യാനിച്ച് ജപമാല, കുറച്ചുകൂടെ ശക്തമായ ഈശോയുടെ രഹസ്യങ്ങൾ ധ്യാനിക്കുക. ഈശോയിലേക്ക് ഫോക്കസ് ചെയ്ത് അമ്മയുടെ മടിയിൽ ഇരുന്ന് ധ്യാനിക്കുകയാണെന്നുള്ള രീതിയിൽ അങ്ങനെ ഇരുന്ന് നമ്മൾ ജപമാല ചൊല്ലണം. ഉണ്ടാവണം ഈ പറഞ്ഞ സെഷനെ ഇതിങ്ങനെ എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. കാര്യമായിട്ട് ജപമാല പ്രാർത്ഥിക്കാനും 1000 മണി ജപമാലയുടെ കാര്യം, രഹസ്യം ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യം, 10 പുണ്യങ്ങള്, 10 മുറിവുകൾ, ഇതെല്ലാം ഉള്ളിൽ ഉണ്ടാവണം. ഈ പറഞ്ഞ കുറെ കാര്യങ്ങളാണ് പെട്ടെന്ന് പറഞ്ഞു തീർത്ത്. ഈ ഒരു കാര്യങ്ങൾ ഉള്ളിൽ ഉണ്ടാവട്ടെ. നമുക്ക് ഇന്ന് കണ്ണടയ്ക്കാവേ. ഇന്ന് കണ്ണടച്ചിട്ട് അമ്മയുടെ കാര്യങ്ങളിലേക്ക് നമുക്ക് നമ്മളതിനെ കൊടുക്കാം. നമ്മൾ അമ്മയോട് പ്രാർത്ഥിച്ചു കഴിയുമ്പം അമ്മ നമ്മളെങ്ങനെ അമ്മയുടെ നീല കാപ്പ കൊണ്ട് പൊതിയും. അമ്മയുടെ നീല കാപ്പ കൊണ്ട് പൊതിഞ്ഞ് നമ്മുടെ കിട്ടിയ സൗഖ്യത്തെ അമ്മ നിലനിർത്തും. അമ്മേനെ സഹായിക്കണേ, എന്നെ സുഖപ്പെടുത്തണേ, സൗഖ്യപ്പെടുത്തണേ. അമ്മയോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാവുന്നു. അങ്ങയുടെ ഉദരത്തെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങളുടെ അപേക്ഷിക്കണമേ. എന്നീശോവാണൊരു ആലയമേ, അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ.